ഹായ് നമസ്കാരം വെൽക്കം ടു IAS ഫാക്ടേഴ്സ് കോണ്ടെക്സ്റ്റ്. ഞാൻ അർജുൻ ആർ ശങ്കർ. വീട്ടിലേക്ക് പോകുന്ന വഴി രാത്രി എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു തെരുവ് നായ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? കടിക്കാൻ പുറകെ ഓടിച്ചിട്ടുണ്ടോ? ഈ രംഗം നിങ്ങൾക്ക് അത്ര രസകരമായൊന്നും ചിലപ്പോൾ ഓർക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം അതൊരു ഭീതി പടർത്തുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ്, തെരുവ് നായ, ദ സ്ട്രേ ഡോഗ് ഇഷ്യൂ. സുപ്രീം കോടതിയുടെ പോലും വിധികൾ ഇതിനു വേണ്ടി വേർഡിക്ട്സ് വന്നിട്ടുണ്ട്. സോ പല തരത്തിലുള്ള ആൾക്കാർ, രണ്ട് തരത്തിൽ തന്നെ ഈ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാം. കാരണം ഇവിടെയുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നു തെരുവ് നായ ശല്യം അതൊരു ശല്യമല്ല, അവരെ ശരിക്കും വേണ്ട രീതിയിൽ അവരെ ഷെൽട്ടർ ചെയ്തും റിഹാബിലിറ്റേറ്റും ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറിച്ച് അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പേര് ഇപ്പോഴും വാദിക്കുന്നുണ്ട് ഇവരെ, പല വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും, ഇവരെ കള്ളിങ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതുമാത്രമല്ല, ഇവരെ കൊന്നുകളയണം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുമുണ്ട്. സോ ഇതിൽ ഒരു പക്ഷം പിടിക്കുന്നതല്ല എൻ്റെ ഉത്തരവാദിത്തം. രണ്ട് വശങ്ങളെക്കുറിച്ചിട്ടുമുള്ള കാര്യങ്ങളും വസ്തുതകളും ഇന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. സോ വിൽ ഡിസ്കസ് ദ സ്ട്രേ ഡോഗ് ഇഷ്യൂ. നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ വരാറുണ്ട്. അതായത് ചെറിയ കുട്ടിയെ, 3 വയസ്സുള്ള കുട്ടിയെ നായ കടിച്ചു, അത് മരിച്ചു, അങ്ങനത്തെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വാർത്തകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഇതിനെ സൂചിപ്പിച്ചത്. നമുക്ക് ഒരു വളരെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും തെരുവ് നായയെ ഡെഫിനറ്റ്ലി കൊല്ലണം എന്ന് പറയുന്നൊരു വിഭാഗം ആൾക്കാരുണ്ട്. മറിച്ച് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, വാക്സിനേറ്റ് ചെയ്യണം. ഇതിൻ്റെ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു, റാബീസ് പോലത്തെ വലിയ അസുഖങ്ങൾ വരുന്നു, ഇതൊക്കെ നിർത്തലാക്കാൻ പറ്റുന്ന രീതിയിൽ ന്യൂട്രൽ ചെയ്യാം, വാക്സിനേറ്റ് ചെയ്തൊക്കെ എടുക്കാമെന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുമുണ്ട്. ലോകത്ത് അഹിംസയ്ക്ക് വേണ്ടി വാദിച്ച ഏറ്റവും വലിയൊരാൾ തന്നെയാണ് മഹാത്മാഗാന്ധി. പക്ഷേ തെരുവ് നായകൾ, ഇവരുടെ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട സമയത്ത് മഹാത്മാഗാന്ധി പോലും പറഞ്ഞിരുന്നത് ഇവരെ കൊല്ലണം, മാസ് സ്കെയിലിൽ കൊല്ലണം എന്നല്ല, പക്ഷെ ഒരു പരിധിക്ക് മുകളിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓണേഴ്സ് ഇല്ലാത്ത, നോക്കാൻ ആരുമില്ലാത്ത തരത്തിൽ ഒരു രീതിയിൽ ഇവർ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇവരെ കൊന്നു കളയുന്നതാണ് നല്ലതെന്ന് മഹാത്മാഗാന്ധി പോലും തെരുവ് നായകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എക്കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ലോയൽറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ലോയലായിട്ടുള്ള ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു സഹയാത്രി തന്നെയായിരുന്നു നായ. വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് നോക്കാം, വളരെ രസകരമായൊരു ചരിത്രമുണ്ട്. പക്ഷേ ഇന്ത്യയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ തെരുവ് നായകളെ സംരക്ഷിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന ചർച്ചയും. ഇപ്പോൾ ഗവൺമെൻറ്, ഇപ്പം നമ്മൾ ഇന്ന് ഇതിൽ സുപ്രീം കോടതിയുടെ പ്രധാന വേർഡിക്റ്റും കൂടെ ചർച്ച ചെയ്യും. ഇതിൽ തന്നെ പറയുന്നുണ്ട് തെരുവ് നായകളെ ഫീഡ് ചെയ്യുന്ന, ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു പ്രശ്നമാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കൊടുത്ത് തുടങ്ങിയാൽ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കൃത്യമായ ഒരു ഏരിയ തിരിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറയുന്നവരുണ്ട്. ഇതിനെ, ഈ ഒരു വശം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതിനെ അതിമനോഹരമായി ഈ തെരുവ് നായ ശല്യം സോൾവ് ചെയ്ത പല രാജ്യങ്ങളും ഇവിടെയുണ്ട്. അതിൽ പ്രധാന രാജ്യമാണ് കോസ്റ്ററിക്ക എന്ന് പറയുന്നത്. ഇവിടെയാണ് സാൻ ഹോസെ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോഗ്സ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് തന്നെയുണ്ട്, ഒരു ഡോഗ്സ് പാരഡൈസ് എന്നൊരു സ്ഥലം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ വലിയ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് തെരുവ് നായകളെയാണ് ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിവിടെ ഓടിക്കളിച്ച് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവരുടെ കൂടെ താമസിച്ചും ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാരഡൈസ്, ഡോഗ്സ് പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ടേക്ക് എ ഹൈക്ക് ഹൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇവരുടെ കൂടെ കളിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയും ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ ഡോഗ് ഐലൻഡ്, ഗ്രീസിലെ സൈറോസ് പാരോസ് എന്ന് പറയുന്ന ഐലൻഡ്സിലും ഈ തെരുവ് നായകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സിറിയസ്, ദ ഡോഗ് സാങ്ച്വറി, സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്തും ഇതേപോലത്തെ സാങ്ച്വറികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇനി ഇതിൻ്റെ ചരിത്രപരമായ കാര്യം നോക്കുകയാണെങ്കിൽ ഈ തെരുവ് നായ, സ്ട്രേ ഡോഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രേ ഡോഗ്സ് ഉണ്ടാകുന്നത്? അപ്പോൾ ഏൻഷ്യൻ കാലഘട്ടത്തിൽ, അതായത്
കൃത്യം പറയുകയാണെങ്കിൽ 14,000 വർഷങ്ങൾക്ക് മുന്നേ ജർമ്മനിയിൽ ഒരു ചെറിയ പപ്പീനെ അടക്കിയതിൻ്റെ മനുഷ്യൻ്റെ കൂടെ അടക്കിയതിൻ്റെ റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എയിൻ മല്ലാഹ, പണ്ടത്തെ പുരാതന ഇസ്രായേലിലും ഇതേപോലെ തന്നെ ചെറിയൊരു പപ്പീനെ ഒരു കുട്ടിയുടെ കൂടെ അടക്കിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ട്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നീലഗിരീസിലാണെങ്കിലും കശ്മീരിലെ ബർസ ഹോം എന്ന് പറയുന്ന സ്ഥലമാണെങ്കിലും നിയോലിത്തിക് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ കൂടെ അടക്കം ചെയ്തിരിക്കുന്ന സമയത്ത്, നമ്മളിവരെ അടക്കുന്ന സമയത്ത് മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ സുഹൃത്തായിരുന്ന ആ നായയെ കൂടെ അടക്കിയ ചരിത്രം നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും ചരിത്രമൊക്കെ നമുക്ക് ഓൾറെഡി തെരുവ് നായ എന്ന് പറയുന്നത് പുരാതന കാലത്ത് ഏൻഷ്യൻ ഇന്ത്യ കാലഘട്ടത്തിൽ, നമ്മൾ വേദിക് കാലഘട്ടം എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിലും തെരുവ് നായകൾ എന്ന് പറയുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധൻ്റെ സമയമായപ്പോൾ, നമ്മൾ ബുദ്ധിസ്റ്റ് പീരീഡ് എന്ന് വിളിക്കുന്ന സമയത്തും തെരുവ് നായകളെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേര് പരിയ എന്നാണ്. പരിയ എന്ന് പറയുന്നതാണ്. അവർ ചിലപ്പോൾ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് യമദേവൻ, നമ്മൾ കാലൻ എന്നൊക്കെ പറയുന്ന യമദേവൻ്റെ കൂടെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ പരിയ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും ഒരുപാട് മെൻഷനുള്ളൊരു വാക്കാണ് പരിയ. അത് തെരുവ് നായകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പിന്നീട് മെഡീവൽ കാലഘട്ടത്തിലും ഇഷ്ടംപോലെ നഗരങ്ങളിൽ, ഗ്രീക്ക് പുരാണങ്ങളിലും ഗ്രീക്ക് നഗരങ്ങളിലും റോമൻ സാമ്രാജ്യങ്ങളിലൊക്കെ തെരുവ് നായകളെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ അക്രമങ്ങളെക്കാട്ടും കൂടുതൽ ഇവർ ഒത്തുചേർന്ന് പോയിരുന്നു എന്നുള്ളൊരു പിക്ചറാണ് ഈ കാലഘട്ടത്തിൽ തരുന്നത്. ഈവൻ ഇസ്ലാമിക് വേൾഡിൽ നായകളെ പൊതുവെ വളർത്താൻ അവരധികം പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ പോലും തെരുവ് നായകളെ ഭക്ഷണം കൊടുക്കുന്നതും ഫീഡ് ചെയ്യുന്നതും വലിയ പുണ്യമായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. അപ്പോൾ ചരിത്രപരമായി തെരുവ് നായ എന്ന് പറയുന്നത് ഇത്രയും ചരിത്രവും ഇങ്ങനെയൊക്കെ ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, 2 വിഭാഗം ആൾക്കാരുണ്ട്. ഇവരെ കൊല്ലണോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊക്കെ റിഹാബിലിറ്റേറ്റ് ചെയ്ത ചരിത്രം നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് തീരുമാനിച്ച സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2025 ഓഗസ്റ്റ് 11 സുപ്രീം കോടതിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട വിധി വന്നത്. അതായത് ഡൽഹി NCR റീജിയൻ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, ഈ റീജിയനിലേക്ക് ഡൽഹി NCR റീജിയൻ എന്നുള്ള എല്ലാ തെരുവ് നായകളെയും പിടിച്ച് പ്രത്യേകമായിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഷെൽട്ടർ ചെയ്ത് ഇവരെ പിന്നീട് വേണമെങ്കിൽ യൂത്തനേഷ്യോ അല്ലെങ്കിൽ മേഴ്സി കില്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇവരെ കേജ് ചെയ്ത് കൊണ്ടുപോകും, ഇവരെ പിടിച്ചെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക. അതായത് സിറ്റിയിൽ നിന്നും ഇവിടെ നിന്നുള്ള എല്ലാ തെരുവ് നായകളെയും പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ള പറയുന്ന ഒരു വിധി ഇവരെ പുറത്തിറക്കി. പക്ഷേ ഒരു വലിയ ക്രിറ്റിസിസം ഇവിടെ ഉണ്ടായി. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നായകൾ എന്ന് പറയുന്ന, ഡോഗ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. മൃഗങ്ങൾക്കും റൈറ്റ്സ് ഉണ്ടോ എന്ന് പറയുന്ന ഇതുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യം അവിടെയുണ്ട്. അവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഉണ്ടോ? ശരിക്കും മൃഗങ്ങൾക്ക് അതുണ്ടോ? അതുകൊണ്ട് ഓഗസ്റ്റ് 11 പോയ വിധി പിന്നീട് ഓഗസ്റ്റ് 22 ശേഷം വന്ന് ആ വിധി മോഡിഫൈ ചെയ്യപ്പെട്ടു. സുപ്രീം കോടതി തന്നെ അത് മോഡിഫൈ ചെയ്ത് പറഞ്ഞു, ഇവിടുന്ന് ഡൽഹി NCR കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന തെരുവ് നായകളെ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് ഡീവോം ചെയ്ത് തിരിച്ചെടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടിടുക. കാരണം ഡൽഹിയിലൊന്നും ഇത്രയും സ്ഥലം ഇവരെല്ലാം ഷെൽട്ടർ ചെയ്യണമെങ്കിൽ അത്രയും സ്ഥലം വേണ്ടേ? അത്രയും സ്ഥലമില്ല. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരു കൂട്ടിനകത്താക്കി കേജ് ചെയ്യാന്ന് പറയും. നമ്മളിവരെ കൂട്ടിനകത്താക്കി കേജ് ചെയ്യണമെങ്കിലും ഇത്രയും സ്ഥലം വേണം, ഇത്രയും സിസ്റ്റം വേണം, ലോജിസ്റ്റിക്സ് വേണം, ഇതിനു വേണ്ടി വലിയൊരു സന്നാഹം തന്നെ വേണം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ പറഞ്ഞു അത് പറ്റുന്നില്ല, ഇവരെ സ്റ്റെറിലൈസ് ചെയ്ത് ഡീവേം ചെയ്ത് തിരിച്ചെടുത്തെടുത്ത് തന്നെ അവരുടെ ലൊക്കാലിറ്റിയിലേക്ക് ഇട്ടുള്ളൂ. കാരണം സുപ്രീം കോടതി ഇവിടെ കൂടുതലും പറഞ്ഞത് ABC നോംസ് ആണ്. അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ABC നോംസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിയമമാണോ? ABC ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന 2023 പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനെ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഒരു സെൻട്രലൈസ്ഡ് ജുഡീഷ്യൽ ഓവർസൈറ്റ് എന്ന് പറയുന്ന സംഭവം, അതായത് ഇനി ഹൈക്കോടതിയിലൊക്കെ തെരുവ് നായ ശല്യം കാരണം അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ എല്ലാം സുപ്രീം കോടതിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. സോ ഇത് ഇന്ത്യ മൊത്തം ഒരു നിയമമായിട്ട് കൊണ്ടുവരണം. കാരണം ഇവരെ സ്റ്റെറിലൈസ് ചെയ്യണം, ഇവരെ ഡീവേം ചെയ്യണം, ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തിരിച്ച് ഇവരെ എടുത്തെടുത്ത് നമ്മുടെ കൂടെ റീലൊക്കേറ്റ് ചെയ്യാം. പ്രൊവൈഡഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചു വിടാൻ പറ്റില്ല എന്ന് പറയുന്നൊരു എക്സെപ്ഷനും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. തെരുവ് നായ ശല്യം ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 30 മില്യൺ മുതൽ 60 മില്യൺ, 1 മില്യൺ 10 ലക്ഷമാണെന്നറിയാം, 60 മില്യൺ പേരെ തെരുവ് നായ കേസുകൾ, അതായത് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവൻ കേരളത്തിൽ പോലും നോക്കുകയാണെങ്കിൽ ഒരു വർഷം 60 ഈ തെരുവ് നായകൾ കടിച്ചിട്ട്
നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രശ്നങ്ങൾ, ഇതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം 60,000 കേസ് മുതൽ ഇന്ന് ഒരു 3-4 വർഷം വരെ ഏകദേശം 2.5 ലക്ഷം വരെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 30 ലക്ഷത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഇഷ്യൂ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ABC, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ ആക്ട് 2023 വരുന്നത് തന്നെ PCA, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 എന്ന് പറയുന്ന ഒരു ആക്റ്റും കൂടെ ഉണ്ട്. ഇതിൽ നിന്നാണ് ABC ആക്ട് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് കുറേ നിയമങ്ങളുണ്ട്. ഇത് എല്ലാ സ്റ്റേറ്റിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ 38ാം സെക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇത് നടപ്പിലാക്കണം. അത് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ തെരുവ് നായകളെ പിടിക്കുന്നതിലാണെങ്കിലും ഇവരെ വാക്സിനേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആണെങ്കിലും ഇതെല്ലാം സ്റ്റെറിലൈസേഷൻ പോലും അതിൻ്റേതായ വളരെ ഒരു സിസ്റ്റം ഉണ്ട്. അതിലൂടെ തന്നെ ചെയ്യണം. വെറുതെയൊക്കെ നമ്മൾ ഇവരെ പിടിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കൃത്യമായി ഇതിനെ ക്യാച്ച് ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും പിടിച്ച് കേജ് ചെയ്യാനും ഇതിനെ കൂട്ടിലടച്ച് കൊണ്ടുപോകാനും ഒക്കെ കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് വെറുതെ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അതേപോലെ കൃത്യമായിട്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻസ് അവരുടെയും കൂടെ ഒരു സിസ്റ്റംസ് ചെക്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇവർക്ക് ഫീഡിങ് സ്പോട്ടുകൾ റെഡിയാക്കണം. അതായത് ഇവരെ എവിടെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതും തീരുമാനിക്കപ്പെടേണ്ടതും വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള രീതിയിൽ വേണം ഇത് കൊടുക്കാൻ എന്നൊക്കെയുള്ള ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ PC ആക്ടിലും ABC കൺട്രോൾ ആക്ടിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാലിക്കേണ്ടത് തന്നെയാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇത് പാലിച്ചിട്ടില്ല എങ്കിൽ അവിടെയാണ് പ്രധാനപ്പെട്ട ആനിമൽ വെൽഫെയർ ബോർഡും അതേപോലെ തന്നെ NGOസും സിവിൽ സൊസൈറ്റിയിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ടല്ലോ, ഇതിനു വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ ശരിക്കും പറഞ്ഞാൽ ആക്ട് അനുസരിച്ച് ഇവരെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കണമെന്ന് നിയമത്തിലുണ്ട്. ഇനി ഇൻ കേസ് സ്റ്റേറ്റ് ഇത് പാലിച്ചില്ല എങ്കിൽ ഇവർക്ക് ഡയറക്റ്റ്ലി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. തെരുവ് നായ നമ്മളെ കടിക്കാൻ ഓടിച്ചാൽ, ഞാൻ തുടക്കത്തിലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. ശരിക്കും അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം രാത്രി നടന്നു പോകുന്നവരുണ്ട്, രാവിലെ മോർണിംഗ് വാക്കിന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കാരണം ഇതിൻ്റെ ശല്യം കടിക്കുമെന്നറിയില്ല. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങളെ ഒരു തെരുവ് നായ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾ ഒരു തെരുവ് നായ ഓടിച്ചിട്ട് തല്ലിക്കൊന്നു, നിങ്ങളതിനെ കൊന്നു, അപ്പോൾ നിങ്ങൾക്കെതിരെ കേസ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിയമസാധ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. കാരണം IPC ഇപ്പോൾ സെക്ഷൻസ് മാറിയെങ്കിലും IPC സെക്ഷൻ വെച്ചിട്ട് 428ഉം 429ഉം വെച്ചിട്ട് ഓരോ കാറ്റഗറി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആനിമലിനെ ഇതേപോലെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ തെരുവ് നായയും ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുതൽ 5 വർഷം വരെ കഠിന തടവ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പട്ടിയെ കൊല്ലാൻ പാടില്ല. അത് വേണമെങ്കിൽ IPC പ്രകാരം നിങ്ങൾക്കെതിരെ കേസെടുക്കാം. ഇനി അത് മാത്രമല്ല, PCA പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് അനുസരിച്ചിട്ടും ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്യാം, PCA വകുപ്പ് നിങ്ങൾക്കെതിരെ ചുമത്താം. അപ്പോൾ ഗവൺമെൻറ്റിനും മുനിസിപ്പാലിറ്റിക്കും അങ്ങനെ വളരെ സെലക്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് മാത്രമേ ഉള്ളൂ ഇവരെ യൂത്തനൈസ് ചെയ്യാൻ, അതായത് മെർസി കില്ല് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളൂ. നിങ്ങളത് കയ്യിലെടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാവും. കാരണം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പല ടൈപ്പ് വിധികൾ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം കോടതി, നമ്മുടെ പരമോന്നത കോടതി പോലും പറയുന്നത് ഈ മൃഗങ്ങൾക്കും, അതായത് തെരുവ് നായകൾക്കും റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നത് ബാധകമാണ്. എക്സെപ്റ്റ് റാബീസ് പോലത്തെ വലിയ പ്രശ്നങ്ങളുള്ള നായകളെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ ഇവർക്കും റൈറ്റ് ഉണ്ടെന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. നമുക്കിതിൻ്റെ ഫ്ലിപ്പ് സൈഡ് ഒന്ന് നോക്കിയാൽ അതിൻ്റെ റിവേഴ്സ് ഒന്ന് നോക്കാം. അതായത് ഒരു തെരുവ് നായ ഒരു മനുഷ്യനെ കടിച്ചു, മനുഷ്യൻ മരണപ്പെട്ടു. ആ സാഹചര്യത്തിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാനുള്ളതാണ്. നമ്മൾ ഒരുപാട് വാർത്തയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ തെരുവ് നായയുടെ ആക്രമണം കാരണം മനുഷ്യൻ മരണപ്പെട്ടു. ഈ സാഹചര്യത്തിൽ പോലീസിന് തെരുവ് നായക്കെതിരെ കേസെടുക്കാൻ സാധിക്കും. പോലീസിന് വേണമെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ കേസെടുക്കാം. ഏതെങ്കിലും തെരുവ് നായെ പ്രേരിപ്പിച്ച്, മറ്റു വ്യക്തികൾ ആരെങ്കിലും പ്രേരിപ്പിച്ച് ഇവരെ കൊണ്ട് കടിപ്പിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി പല സിറ്റുവേഷൻസിലും ഇവരെ കൺട്രോൾ ചെയ്തില്ല, വേണ്ട രീതിയിലുള്ള തെരുവ് നായ ശല്യം ഇവിടെ മൊത്തം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കോർപ്പറേഷനെതിരെയോ മുനിസിപ്പാലിറ്റിക്കെതിരെയോ വേണമെങ്കിൽ പോലീസിന് കേസ് ചാർജ് ചെയ്യാം. പക്ഷെ അത്തരം കേസുകൾ ചാർജ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറില്ല. വേണമെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ വൈസും നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 21 അനുസരിച്ച് നമ്മുടെ റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈവൻ ആനിമൽ വെൽഫെയർ 51AG എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ ആനിമൽ വെൽഫെയർ
നമ്മൾ താമസിക്കുന്ന, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സൊസൈറ്റി, ഇവിടുത്തെ സമൂഹത്തിൽ തെരുവുനായ ശല്യമോ അല്ലെങ്കിൽ മനുഷ്യന് എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടാതിരുന്നാൽ സ്റ്റേറ്റിനെതിരെയും വേണമെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിനെതിരെയും ഒക്കെ വേണമെങ്കിൽ പോലീസിന് ഇത്തരം കേസ് ചാർജ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനത്തെ കേസുകളൊന്നും ചാർജ് ചെയ്ത് കാണാറില്ല. ഇനി ഇങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ പോലും പല വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പം ഇതിൽ തെരുവ് നായകളെ കൊല്ലണം അല്ലെങ്കിൽ ഇവരെ കംപ്ലീറ്റ്ലി ടെർമിനേറ്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് കൊച്ചൗസേ ചിറ്റിലപ്പള്ളി, നമ്മുടെ വീഗാലാൻഡിൻ്റെയും വീഗാർഡിൻ്റെയും ഒക്കെ ഫൗണ്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു ഹങ്കർ സ്ട്രൈക്ക് കടന്നു, നിരാഹാരം കടന്നു. അതായത് തെരുവ് നായകളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ഇവരെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഇവർക്കൊക്കെ കൂടുണ്ടാക്കി, ഇവർക്ക് പല ഷെൽട്ടർ ഹൗസുകളും ഉണ്ടാക്കി, ഇവർക്ക് AC ഒക്കെ ഇട്ട് കൊടുത്ത് ഷെൽട്ടർ ഹൗസിൽ താമസിപ്പിക്കുന്നതിനും ഇവിടെ സാധാരണ മനുഷ്യന് തന്നെ താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നടപടികളോട് അദ്ദേഹം യോജിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കേസുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ഒറ്റ വ്യക്തി മാത്രമല്ല, ഒരുപാട് വ്യക്തികൾ ഇതേ ആശയത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ മറിച്ച് ഇവർ ഈ തെരുവ് നായകളെന്ന് പറയുന്ന വിഭാഗം നമ്മൾ പുരാതന കാലത്തൊക്കെ സംസാരിച്ച പോലെ തന്നെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ സ്നേഹം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പും ഇവിടെയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസർവേഷൻ രീതിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. രത്തൻ ടാറ്റ തെരുവ് നായകളോട് അദ്ദേഹത്തിൻ്റെ എംപത്തി വളരെയധികം പ്രസിദ്ധമാണ്, പോപ്പുലറാണ്. അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അതിനകത്തുണ്ട്. ഉദാഹരണം തന്നെ ഇപ്പോൾ ബോംബെ ഹൗസ്, ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ഏതൊരു തെരുവുനായ അത് കൂടെ റോം ചെയ്ത് വരികയാണെങ്കിലും അത് കൂടെ പോവുകയാണെങ്കിലും അതിന് ഫ്രീ ആയിട്ട് അതുവഴി നടക്കാനും ഭക്ഷണം കൊടുക്കാനും ഒരു VIP പോലെയാണ് അദ്ദേഹം അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം വിളിച്ചിരുന്നത് ഇവിടുത്തെ ഇൻഫോർമൽ എംപ്ലോയി എന്ന രീതിയിലാണ് തെരുവുനായകളെ വിശേഷിപ്പിച്ചത്. അത്ര സ്നേഹമായിരുന്നു. അദ്ദേഹം പിന്നീട് ഗോവയിൽ പോയിട്ടൊരു തെരുവുനായെ അഡോപ്റ്റ് ചെയ്ത് അതിന് ഗോവ എന്ന് പേര് വെച്ചു. ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കഥകളാണ്. അതേപോലെ തന്നെ താജ് ഹോട്ടൽ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളിലൊന്നായ, വളരെ ലക്ഷറിയസ് ഹോട്ടലൊന്നായ, അതിൽ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഏതെങ്കിലും ആനിമലോ സ്ട്രേ ആനിമൽസോ പ്രത്യേകിച്ച് തെരുവ് നായകളോ അതിലൂടെ എന്തെങ്കിലും വരികയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ എംപത്തിയോടെ വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ. ഭക്ഷണം കൊടുത്ത് അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുമോ എങ്ങനെ വേണോ ചെയ്യാം, പക്ഷേ അതിന് വളരെ സ്നേഹമായിട്ട് അതിനോട് പെരുമാറണം. അപ്പോൾ ഇത്രയും ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ ഒരു തെരുവുനായയ്ക്ക് പോലും ഒരു VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വളരെയധികം എംപതിയെ കാണിക്കുന്നു. അദ്ദേഹം ബോംബെയിൽ ഒരു ആനിമൽ ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കി, ഈ തെരുവ് നായകൾക്ക് വേണ്ടി തന്നെ 200ഓളം ബെഡൊക്കെ വെച്ച് വലിയൊരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ രത്തൻ ടാറ്റ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമാണ്. ഇതേപോലെ ഇന്ത്യയിൽ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, സംരക്ഷിക്കണം എന്നൊരു അജണ്ടയോടെ കൂടെ ഒരു ഇൻറ്റൻഷനോട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഏജൻസീസ് ഉണ്ട്. ഞാനിവിടെ പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല. ഒത്തിരി ഏജൻസീസ് ഉണ്ട്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഏജൻസീസും ഇവിടെയുണ്ട്. പക്ഷേ പല വിഭാഗം ആൾക്കാരും ഇപ്പോൾ കള്ളിങ് എന്ന് പറഞ്ഞു, അതൊരു തരത്തിൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും പ്രശ്നക്കാരായ ആൾക്കാരെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കില്ലിംഗ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 100 കോഴികളുണ്ട്. ഈ കോഴികളിൽ കുറച്ച് കോഴികൾക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ അസുഖം ബാധിച്ച കോഴികളെ കില്ല് ചെയ്ത് കളയും. തെരുവ് നായകളുടെ കാര്യങ്ങളും ഇതേപോലെ കള്ളിങ് നടക്കുന്നുണ്ട്. ഇതിലെല്ലാം ഗവൺമെൻറ് ശ്രദ്ധിക്കണമെന്നാണ് എല്ലാവരും ഈ ഏജൻസീസ് പറയുന്നത്. ഇനി വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോകത്ത് ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ നെതർലാൻഡ്സ്, ഡച്ച് ഗവൺമെൻറ് വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. കാരണം അവിടെ ഇവർ മാത്രമല്ല, പല രാജ്യങ്ങളായ മൊറോക്കോ, ബാലി, ഇവിടെയൊക്കെ വളരെ പ്രോഗ്രാമുകൾ അവിടെ തന്നെ ഉണ്ട്. അതിന് പറയുന്നത് CNVR, ക്യാച്ച്, ന്യൂട്ടർ, വാക്സിനേറ്റ് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ തെരുവ് നായകളെ പിടിച്ച് അതായത് അവരെ കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക, ആ തെരുവ് നായകളെ സ്റ്റെറിലൈസ് ചെയ്യുക. അതേപോലെ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഇതിനെ റിട്ടേണും കൂടെ ചെയ്യുക, വാക്സിനേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുക. നെതർലാൻഡ്സിൽ വലിയ ഒരു ഇതാണ്. കാരണം നമ്മൾ ആനിമൽസിനെ ഒരു കാരണവശാലും നമ്മൾ പെറ്റ്സിനെ വാങ്ങിയിട്ട്, ഇപ്പോൾ നായകളെ എല്ലാം ആൾക്കാർ പെറ്റ്സ് ആക്കിയിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ മതിയാകുമ്പോൾ ഉപേക്ഷിച്ച് റോട്ടിൽ കൊണ്ടേ കളയും. ഇങ്ങനെ അബാൻഡൻ ചെയ്യാൻ പാടില്ല. അത് വളരെ വലിയൊരു കുറ്റമാണ് അബാൻഡൻമെൻറ്റ് എന്നുള്ളത്. പിന്നെ ഈ പെറ്റ്സിനെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ടാക്സ് വളരെ ഹൈ ആണ്. ഇവർക്ക് വേണ്ട പെറ്റ് ഫ്രണ്ട്ലി പോലീസ് വരെയുണ്ട്. നെതർലാൻഡ്സിലാണ് പെറ്റ് ഫ്രണ്ട്ലി പോലീസ് ഉള്ളത്. ഇവരുടെ ഷെൽട്ടർ ഹൗസും ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ CNVR പോലത്തെ ഈ കോൺസെപ്റ്റ് ഒരുപാട് രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു പൊതുശല്യമാണോ, അല്ലെങ്കിൽ ഇവരെ കൊല്ലണോ, ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണോ, ഇതിനെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത ഡയമെൻഷനുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. പക്ഷെ എന്നാലും ഇതിൻ്റെ അൾട്ടിമേറ്റ് തീരുമാനം ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താം. നിങ്ങളുടെ ഒരു മോശപ്പെട്ട അനുഭവങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ രേഖപ്പെടുത്താം. എന്തായാലും
പുറത്ത് സഞ്ചരിക്കുന്ന ആൾക്കാർ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ രാത്രികൾ പുറത്തു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നടന്നു പോകുന്നവർക്ക് സംബന്ധിച്ചോളം ഡെഫിനറ്റ്ലി ഇതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ നേരത്തെ ഗവൺമെൻറ് പറഞ്ഞത് ഗവൺമെൻറ്റിനും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ഈ തെരുവുനായ ശല്യം ഇല്ലാതിരിക്കാൻ, ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത കോണ്ടെക്സ്റ്റിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS ഫാക്ടർ.